ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു അമുസ്ലിം ചോദിച്ചു, ഈ ലോകത്ത് ഇത്രയധികം അധാർമികത നടക്കുന്നു, എന്തുകൊണ്ടാണ് ദൈവം അവരെ ഈ ലോകത്ത് ശിക്ഷിക്കുകയും അധാർമികത തടയുകയും ചെയ്യാത്തത്? അവൻ അത് ചെയ്യുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ദൈവമെങ്ങനെ സ്വർഗത്തിൽ എന്തെങ്കിലും ചെയ്യും? അപ്പം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരു വാദം പറഞ്ഞാൽ അത് ഒരു കുറ്റവാളി ഇന്നും ജീവനോടെയുണ്ട് എന്ന കാരണത്താൽ ഒരു സർക്കാരിന് വധശിക്ഷ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് പോലെയാണ്. യഥാർത്ഥത്തിൽ ഒരു കോടതിയിൽ ഒരു കോടതിയാൽ വധശിക്ഷ വിധിക്കപ്പെട്ടാലും അത് നടപ്പിലാക്കാൻ വൈകാറുണ്ട്. ആ കാലതാമസം കണ്ടിട്ട് ആ സർക്കാരിന് വധശിക്ഷ നടപ്പിലാക്കാനുള്ള ശക്തിയില്ലെന്ന് ആരും പറയില്ല. ആ വൈകൽ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്, കഴിവില്ലായ്മയുടെ തെളിവല്ല. അള്ളാഹു ശിക്ഷ വൈകിപ്പിക്കുന്നത് അവൻ്റെ ബലഹീനതയുടെ തെളിവല്ല, മറിച്ച് ഓരോ മനുഷ്യനും വിചാരണ ചെയ്യപ്പെടുന്ന ഒരു നിശ്ചിത ദിനം അവൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇസ്ലാമിലും ഒരു കുറ്റത്തിന് വധശിക്ഷ അർഹമാണെങ്കിലും കുറ്റം ചെയ്ത ഉടനെ ശിക്ഷ നടപ്പിലാക്കുന്നില്ല. അന്വേഷണം, തെളിവുകൾ, സാക്ഷികൾ, വിധിന്യായം എന്നിവയ്ക്ക് ശേഷമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്. ഈ ലോകം പരീക്ഷണത്തിനുള്ള സ്ഥലമാണ്, അന്തിമ വിധി നിർണയത്തിനുള്ളതല്ല. പരലോകമാണ് സമ്പൂർണ്ണ നീതിയുടെ സ്ഥലം. ശിക്ഷ വൈകുന്നു എന്നത് അള്ളാഹുവിന് കഴിവില്ല എന്നതിൻ്റെ തെളിവല്ല, മറിച്ച് അവൻ വിധിന്യായത്തിനും കണക്ക് ചോദിക്കലിനുമായി ഒരു നിശ്ചിത സമയം നിശ്ചയിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. വാസ്തവത്തിൽ ഓരോ പാപത്തിനും ഉടനടി ശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ ജീവിത പരീക്ഷണം തന്നെ അവസാനിക്കുമായിരുന്നു. അപ്പോൾ ആളുകൾ വിശ്വാസം, ആത്മാർത്ഥത, സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് എന്നിവയുടെ അടിസ്ഥാനത്തിലല്ല അനുസരിക്കുക, മറിച്ച് ഉടനടി ലഭിക്കുന്ന ശിക്ഷയെ ഭയന്നായിരിക്കും. അള്ളാഹു മനുഷ്യർക്ക് സമയം നൽകുന്നു, പാശ്ചാത്തപിക്കാൻ അവസരം നൽകുന്നു, പിന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ സമ്പൂർണ്ണ നീതിയോടെ അവരെ വിചാരണ ചെയ്യുന്നു. അള്ളാഹു പറഞ്ഞു, മനുഷ്യരെ അവരുടെ അക്രമം നിമിത്തം അള്ളാഹു പിടിച്ചു ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ അതായത് ഭൂമിയുടെ മേൽ ഒരു ജീവിയെയും അവൻ ബാക്കി വിട്ടേക്കുമായിരുന്നില്ല. എങ്കിലും നിർണയിക്കപ്പെട്ട ഒരവധി വരെ അവരെ അവൻ ഒഴിവാക്കി പിന്തിച്ചു വെക്കുകയാണ്. എന്നാൽ അവരുടെ ആ അവധി വന്നാൽ പിന്നെ ഒരു നാഴിക സമയം അവർ പിന്തിപ്പോകുകയാകട്ടെ മുന്തിപ്പോകുകയാകട്ടെ ചെയ്യുകയില്ല. ഇത് ഖുർആനിലെ സൂറത്തു നഹ്ൽ എന്ന അധ്യായത്തിൽ 16-ാം അധ്യായം 61-ാം വചനാണ്. അതേപോലെ അള്ളാഹു പറഞ്ഞു, മനുഷ്യർ പ്രവർത്തിച്ചു വെച്ചിട്ടുള്ളതിന് അള്ളാഹു അവരെ പിടികൂടുകയാണെങ്കിൽ അതിൻ്റെ പുറഭാഗത്ത്, അതായത് ഭൂമുഖത്ത് ഒരു ജന്തുവെയും അവൻ ബാക്കി വിടുമായിരുന്നില്ല. പക്ഷേ ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്കും അവൻ അവർക്ക് കാലതാമസം ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ അവധി വന്നാൽ നിശ്ചയമായും അപ്പോൾ അള്ളാഹു തൻ്റെ അടിയാന്മാരെ പറ്റി കണ്ട് അറിയുന്നവനാകുന്നു. അവൻ അള്ളാഹു വേണ്ടുന്ന നടപടി എടുത്തുകൊള്ളും. ഇത് സൂറത്ത് ഫാത്തിർ എന്ന അധ്യായം 35-ാം അധ്യായം 45-ാം വചനാണ്. അതിനാൽ ശിക്ഷ വൈകുന്നു എന്നത് അള്ളാഹുവിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതിൻ്റെ തെളിവല്ല, മറിച്ച് മനുഷ്യർക്ക് പരീക്ഷണത്തിനും പശ്ചാത്താപത്തിനും അവസരം നൽകി അന്തിമ വിധിക്കായി ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ ആ മുസ്ലിം പറഞ്ഞു, ഈ ലോകത്ത് എന്തിനാണ് പരീക്ഷണങ്ങൾ എന്നിവ തുടരുന്നത് എന്തിനാണ്? ദൈവം ഇവിടെ തന്നെ ശിക്ഷിക്കട്ടെ, അപ്പോൾ എല്ലാവർക്കും ദൈവത്തെക്കുറിച്ച് അറിയും.
അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നു എന്തിനാണ് വീണ്ടും വീണ്ടും പരീക്ഷണം? യഥാർത്ഥത്തിൽ അള്ളാഹു മനുഷ്യരെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്നില്ല. ഓരോ മനുഷ്യനും ഒരു ജീവിതം മാത്രമാണ് ലഭിക്കുന്നത്. ആ ജീവിതകാലം മുഴുവൻ വിവിധ സാഹചര്യങ്ങളിലൂടെ അവൻ പരീക്ഷിക്കപ്പെടുന്നു. ഒരു വിദ്യാർത്ഥി വാർഷിക പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷ ഒരു മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കില്ല, മണിക്കൂറുകളോളം നീളാം. അതുകൊണ്ട് എന്തിനാണ് പരീക്ഷ തുടരുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. പരീക്ഷ അവസാനിക്കേണ്ട സമയം പരീക്ഷകൻ നിശ്ചയിക്കുന്നതാണ്, പരീക്ഷ എഴുതുന്നവനല്ല. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നു അള്ളാഹു ഇപ്പോൾ തന്നെ എല്ലാവരെയും ശിക്ഷിച്ചാൽ എല്ലാവർക്കും അള്ളാഹുവിനെ കുറിച്ച് ഉറപ്പാകില്ലേ എന്ന്. അതെ, ഉറപ്പാകും. പക്ഷേ അപ്പോൾ അത് പരീക്ഷണമാകില്ല. ഒരധ്യാപകൻ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകി പിന്നീട് അതേ ഉത്തരങ്ങൾ പകർത്താൻ പറഞ്ഞാൽ അതിനെ പരീക്ഷ എന്ന് വിളിക്കുമോ? ഇല്ല. കാരണം പരീക്ഷയുടെ ലക്ഷ്യം ആരാണ് അറിവുള്ളത്, ആരാണ് പരിശ്രമിക്കുന്നത്, ആരാണ് സത്യസന്ധൻ എന്ന് തിരിച്ചറിയലാണ്. അതുപോലെ അള്ളാഹു സ്വർഗവും നരകവും മലക്കുകളെയും അന്ത്യദിനത്തെയും എല്ലാവർക്കും നേരിട്ട് കാണിച്ചു കൊടുക്കുകയും ഓരോ പാപത്തിനും ഉടൻ ശിക്ഷ നൽകുകയും ചെയ്താൽ വിശ്വാസത്തിന് പ്രത്യേക അർത്ഥമൊന്നും ഉണ്ടാകില്ല. എല്ലാവരും നിർബന്ധിതരായി വിശ്വസിക്കും. അപ്പോൾ ആരാണ് സത്യത്തെ അന്വേഷിക്കുന്നത്, ആരാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നത്, ആരാണ് സ്വന്തം ഇച്ഛകളെ നിയന്ത്രിക്കുന്നത് എന്ന പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം ഇല്ലാതാകും. അതുപോലെ ഈ ലോക ജീവിതം മുഴുവനും ഒരു പരീക്ഷണമാണ്. അള്ളാഹു ആണ് അതിൻ്റെ ദൈർഘ്യവും അവസാനവും നിശ്ചയിക്കുന്നത്. കൂടാതെ അള്ളാഹു ഒരു വ്യക്തമായ ദൃഷ്ടാന്തം കാണിച്ചാൽ എല്ലാവരും വിശ്വസിക്കുമെന്ന വാദവും യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നില്ല. അള്ളാഹു പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ എന്ന മഹത്തായ അത്ഭുതം നൽകി. ഇന്നും അത് നിലനിൽക്കുന്നു. എന്നിട്ടും ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും അതിൽ വിശ്വസിക്കുന്നില്ല. മുൻകാല പ്രവാചകന്മാർക്കും അലൈഹിമുസ്സലാം വ്യക്തമായ അത്ഭുതങ്ങൾ നൽകപ്പെട്ടിരുന്നു. എന്നിട്ടും പലരും അവരെ നിഷേധിച്ചു. പ്രശ്നം തെളിവുകളുടെ കുറവല്ല, മറിച്ച് മനുഷ്യരുടെ അഹങ്കാരം, ഇച്ഛകളെ പിന്തുടരൽ, മുൻവിധി, സത്യത്തെ അംഗീകരിക്കാനുള്ള മനസ്സില്ലായ്മ എന്നിവയാണ്. അതുകൊണ്ട് എല്ലാവർക്കും നിർബന്ധമായും വിശ്വാസം വരാൻ വേണ്ടി അള്ളാഹു ലോകത്തെ രൂപകൽപ്പന ചെയ്തിട്ടില്ല. സത്യം അന്വേഷിക്കുന്നവരെയും സത്യത്തിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നവരെയും വേർതിരിച്ചറിയുന്നതിനാണ് ഈ പരീക്ഷണം. അള്ളാഹു ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരെയും വിശ്വാസികളാക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്താൽ പരീക്ഷണത്തിനും പ്രതിഫലത്തിനും ശിക്ഷക്കും അർത്ഥമുണ്ടാകില്ലായിരുന്നു. അതിനാൽ എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാവരെയും ശിക്ഷിച്ച് അള്ളാഹു ഉണ്ടെന്ന് തെളിയിക്കുന്നില്ല എന്ന ചോദ്യം ശരിയായ ചോദ്യമല്ല. ശരിയായ ചോദ്യം ഇതാണ്: അള്ളാഹു മനുഷ്യർക്ക് സത്യം തിരിച്ചറിയാൻ മതിയായ തെളിവുകളും സമയവും അവസരവും നൽകിയിട്ടുണ്ടോ? ഇസ്ലാമിൻ്റെ ഉത്തരം അതെ. അള്ളാഹു പ്രവാചകന്മാരെ അലൈഹിസ്സലാം അയച്ചു, ഗ്രന്ഥങ്ങൾ ഇറക്കി, അടയാളങ്ങൾ കാണിച്ചു, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു, ബുദ്ധി നൽകി, ചിന്തിക്കാൻ കഴിവ് നൽകി. ഇനി മനുഷ്യൻ ഏത് വഴി തിരഞ്ഞെടുക്കുന്നു എന്നതാണ് പരീക്ഷണം. ഓരോ പാപത്തിനും അള്ളാഹു ഉടൻ ശിക്ഷ നൽകിയിരുന്നെങ്കിൽ പരീക്ഷണം എന്നത് തന്നെ ഇല്ലാതാകുമായിരുന്നു. ഉദാഹരണത്തിന്, ഒരു കള്ളൻ മോഷ്ടിച്ച ഉടനെ അവൻ്റെ കൈ പ്രവർത്തനരഹിതമാവുകയും ഒരു നുണ പറഞ്ഞ ഉടനെ സംസാരശേഷി നഷ്ടപ്പെടുകയും ഒരു കൊലയാളി കൊല ചെയ്ത ഉടനെ മരിക്കുകയും ചെയ്തുവെന്ന് കരുതുക. അപ്പോൾ ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിനാലോ അവനെ അനുസരിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതിനാലോ പാപം ഒഴിവാക്കില്ല, മറിച്ച് തൽക്ഷണം കാണുന്ന ശിക്ഷയെ ഭയന്നാണ് അവർ പാപം ഒഴിവാക്കുക. അത് വിശ്വാസമല്ല, അത് നിർബന്ധിത അനുസരണമാണ്. ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹു ഉണ്ടെന്ന് മാത്രം തെളിയിക്കലല്ല, മറിച്ച് അദൃശ്യമായ കാര്യങ്ങൾ നേരിട്ട് കാണാതെ തന്നെ ആരാണ് സത്യം അന്വേഷിക്കുന്നത്, വിശ്വസിക്കുന്നത്, അനുസരിക്കുന്നത് എന്ന് പരീക്ഷിക്കലാണ്. നിങ്ങളുടെ വാദപ്രകാരം അള്ളാഹു സ്വർഗവും നരകവും മലക്കുകളെയും അന്ത്യദിനത്തെയും ഇപ്പോൾ തന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ വിശ്വാസത്തിന് പ്രത്യേക അർത്ഥമൊന്നും ഉണ്ടാകില്ല.
കാരണം എല്ലാവരും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതിന് ശേഷം വിശ്വസിക്കുമല്ലോ. മാത്രമല്ല, അള്ളാഹു മുൻകാല സമൂഹങ്ങൾക്ക് വ്യക്തമായ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തപ്പോഴും പലരും സത്യം നിഷേധിച്ചു. അപ്പോൾ പ്രശ്നം തെളിവുകളുടെ അഭാവമായിരുന്നില്ല, അഹങ്കാരവും ഇച്ഛകളെ പിന്തുടരലും പിടിവാശിയുമായിരുന്നു. അതിനാൽ അള്ളാഹു ഓരോ പാപിയെയും ഉടൻ ശിക്ഷിക്കാത്തത് അവന് കഴിവില്ലാത്തത് കൊണ്ടല്ല, ഈ ലോകം പരീക്ഷണത്തിൻ്റെ സ്ഥലമായതിനാലാണ്. അവൻ മനുഷ്യർക്ക് ചിന്തിക്കാനും പാശ്ചാത്തപിക്കാനും സത്യത്തിലേക്ക് മടങ്ങി വരാനും സമയം നൽകുന്നു. അന്ത്യദിനമാണ് പരീക്ഷണം അവസാനിച്ച് ഫലം പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസം. ഓരോ തെറ്റിനും അല്ലാഹു ഉടൻ ശിക്ഷ നൽകിയിരുന്നെങ്കിൽ കരുണയ്ക്കും പാശ്ചാത്യത്തിനും പൊറുക്കലിനും രണ്ടാം അവസരത്തിനും എന്ത് സ്ഥാനമുണ്ടാകുമായിരുന്നു? ഓരോ പാപത്തിനും ഉടൻ ശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ നമ്മിൽ എത്ര പേർ ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു? മറ്റുള്ളവർക്ക് ഉടൻ ശിക്ഷ ലഭിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. എന്നാൽ സ്വന്തം തെറ്റുകൾക്ക് ഉടൻ ശിക്ഷ ലഭിക്കണമെന്ന് ആരും ആഗ്രഹിക്കില്ല. അതിനാൽ മനുഷ്യർക്ക് അവരുടെ പാപങ്ങൾക്കിടയിലും സമയം നൽകുന്നതും അവസരങ്ങൾ നൽകുന്നതും അള്ളാഹുവിൻ്റെ കരുണയുടെ തെളിവാണ്, അവൻ്റെ ശക്തിയില്ലായ്മയുടെ തെളിവല്ല. കൂടാതെ ചരിത്രം കാണിക്കുന്നത് വ്യക്തമായ തെളിവുകളും ലഭിച്ചിട്ടും പലരും വിശ്വസിച്ചിട്ടില്ല എന്നാണ്. അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ എന്ന അത്ഭുതം നൽകി. ഇന്നും അത് നിലനിൽക്കുന്നു. എന്നാൽ എത്ര പേർ വിശ്വസിക്കുന്നു? മൂസ അലൈഹിസ്സലാം പ്രവാചകൻ അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം കടൽ പിളരുന്നത് കാണിച്ചു. എന്നിട്ടും പലരും നിഷേധിച്ചു. ഈസ അലൈഹിസ്സലാം പ്രവാചകൻ അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം അത്ഭുതങ്ങൾ കാണിച്ചു. എന്നിട്ടും പലരും നിഷേധിച്ചു. അതിനാൽ പ്രശ്നം തെളിവുകളുടെ അഭാവമല്ല, സത്യം അംഗീകരിക്കാനുള്ള മനസ്സില്ലായ്മയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു മനുഷ്യർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ തെളിവുകൾ മനുഷ്യനെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കുന്ന തരത്തിലല്ല, സത്യം അന്വേഷിക്കുന്നവർക്ക് വഴി തെളിയിക്കുന്ന തരത്തിലാണ്. അതിനാൽ അള്ളാഹു ഇപ്പോൾ തന്നെ എല്ലാവരെയും ശിക്ഷിക്കാത്തത് പറഞ്ഞല്ലോ, അവന് കഴിവില്ലാത്തത് കൊണ്ടല്ല, പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം ഇല്ലാതാകാതിരിക്കാനാണ്. കാരണം ഉത്തര പേപ്പർ മുൻകൂട്ടി എല്ലാവർക്കും കാണിച്ചു കൊടുത്താൽ അത് പരീക്ഷയല്ല. അതുപോലെ അദൃശ്യമായ എല്ലാ കാര്യങ്ങളും നേരിട്ട് കാണിച്ചു കൊടുത്ത് വിശ്വാസം നിർബന്ധമാക്കിയാൽ അത് വിശ്വാസവും പരീക്ഷണവുമല്ല, വെറും നിർബന്ധിത സമ്മതം മാത്രമായിരിക്കും. ഖുർആനിൽ അള്ളാഹു പറയുന്നു, ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ നിർബന്ധം ചെലുത്തലില്ല. ഇത് സൂറത്തുൽ ബഖറ എന്ന അധ്യായത്തിലാണ്, 2-ാം അധ്യായം 256-ാം വചനം. ഈ വചനത്തിൻ്റെ അർത്ഥം മനുഷ്യരെ സത്യത്തിലേക്ക് ബലമായി നിർബന്ധിക്കുന്നില്ല എന്നതാണ്. അള്ളാഹു സത്യം വ്യക്തമാക്കുകയും തെളിവുകൾ നൽകുകയും ശരിയായ വഴിയും തെറ്റായ വഴിയും വേർതിരിച്ച് കാണിച്ചു തരികയും ചെയ്യുന്നു. അതിനുശേഷം മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നു. അള്ളാഹു എല്ലാ അദൃശ്യ കാര്യങ്ങളും നേരിട്ട് കാണിച്ചു കൊടുക്കുകയും ഓരോ പാപത്തിനും ഉടൻ ശിക്ഷ നൽകുകയും ചെയ്തിരുന്നെങ്കിൽ മനുഷ്യർക്ക് യഥാർത്ഥ തിരഞ്ഞെടുപ്പുണ്ടാകുമായിരുന്നില്ല. അപ്പോൾ വിശ്വാസം ഒരു സ്വമേധയാ സ്വീകരിച്ച തീരുമാനമല്ല, മറിച്ച് നിർബന്ധിതമായ ഒരു സമ്മതം മാത്രമായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യർക്ക് ചിന്തിക്കാനും അന്വേഷിക്കാനും സത്യം സ്വീകരിക്കാനുമുള്ള അവസരം നൽകുന്നത്. ഈ ലോക ജീവിതം പരീക്ഷണമായിരിക്കുന്നത് ആരാണ് സത്യം അറിഞ്ഞിട്ടും അതിനെ സ്വീകരിക്കുന്നത് എന്നും ആരാണ് അതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നത് എന്നും വ്യക്തമാകുന്നതിനാണ്. അതിനാൽ ദൈവം ഉണ്ടെന്ന് എല്ലാവർക്കും നിർബന്ധമായും ഉറപ്പാകുന്ന രീതിയിൽ എല്ലാം കാണിച്ചു തന്നാൽ പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം ഇല്ലാതാകും എന്നതാണ് കാര്യം. അള്ളാഹു മതിയായ തെളിവുകൾ നൽകിയിട്ടുണ്ട്, പക്ഷേ വിശ്വാസം നിർബന്ധമാക്കിയിട്ടില്ല. അള്ളാഹു മതത്തിൽ നിർബന്ധം ചെലുത്തലില്ല എന്ന് പറഞ്ഞ ഉടനെ കാരണം വ്യക്തമാക്കുന്നു. കത്തബയ്യന റുഷ്തു മിനൽ ഗൈ, ദുർമാർഗത്തിൽ നിന്ന് നേർമാർഗം വേർതിരിഞ്ഞ് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതായത് സത്യം വ്യക്തമാക്കപ്പെട്ടതിനാൽ നിർബന്ധത്തിൻ്റെ ആവശ്യമില്ല. അള്ളാഹു തെളിവുകൾ നൽകിയിട്ടുണ്ട്, പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അവസാനത്തെ ഗ്രന്ഥമായ ഖുർആൻ ഇന്നും നിലനിൽക്കുന്നുണ്ട്, ബുദ്ധി നൽകിയിട്ടുണ്ട്. ഇനി മനുഷ്യൻ തിരഞ്ഞെടുക്കണം. ശേഷം അള്ളാഹു ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യം
വിശദീകരിക്കുന്നു. ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുക്മിൻ ബില്ലാഹ്. അതിനാൽ ആരെങ്കിലും താഗൂത്തിനെ നിഷേധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ, ഇവിടെ അള്ളാഹുവിൽ വിശ്വസിക്കൽ മാത്രം പറഞ്ഞിട്ടില്ല, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാറ്റിനെയും നിഷേധിക്കുകയും വേണം. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന് അംഗീകരിക്കുകയും വേണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ കൂടെ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കാതെയും മറ്റാരെയും ആരാധിക്കാതെയും ആരാധനക്ക് അർഹൻ അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്നതാണ് ശുദ്ധമായ ഏകദൈവ വിശ്വാസം. അതിനുശേഷം അള്ളാഹു പറഞ്ഞു, ഫഖദിസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ക, എന്നാൽ അവൻ വളരെ ബലവത്തായ പിടിക്കയർ മുറുകെ പിടിച്ചു കഴിഞ്ഞു, അതിന് അറ്റുപോകൽ സംഭവിക്കുകയില്ല. അതിനാൽ ഈ വചനം പറയുന്നത് സത്യം വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട്. നിർബന്ധിത വിശ്വാസമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുന്നത് നിഷേധിക്കുകയും അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്നവനാണ് ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അതാണ് ബലവത്തായ പിടിക്കയർ മുറുകെ പിടിച്ചു കഴിഞ്ഞു, അതിന് അറ്റുപോകൽ സംഭവിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു എല്ലാ അദൃശ്യ കാര്യങ്ങളും നേരിട്ട് കാണിച്ചു കൊടുത്ത് വിശ്വാസം നിർബന്ധമാക്കുന്നില്ല. മറിച്ച് അള്ളാഹു സത്യം വ്യക്തമായി കാണിച്ചു തരികയും പിന്നീട് മനുഷ്യന് തിരഞ്ഞെടുക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഈ സന്ദേശം ഞാൻ അദ്ദേഹത്തിന് സംശയങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു കൊടുത്തു. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.